നടക്കുന്ന സംഘത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാൻ പറയുന്നു, ഫവല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുന്നുണ്ട്. ഇന്നി ലഅദ്ഹബു ഇലൽ ഖലാഇ ലിഅഖ്ളി ഹാജതി ഫഅജ്അലു സൗബി അലാ വജ്ഹി ഹയാഅൻ മിനല്ലാഹ്. നോക്കണം, മലമൂത്ര വിസർജനത്തിന് അന്ന് ടോയ്ലറ്റ് ഇല്ല. ഇന്നത്തെ പോലെ ഡോറുള്ള മറയുള്ള ടോയ്ലറ്റുകളില്ല. രാത്രി കാലങ്ങളിലെ അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയൂ. വെളിയിൽ പോകുന്നു, ഏതെങ്കിലും കുറ്റിക്കാടിന്റെ ഇരുളിന്റെ മറവിൽ ചെന്ന് വിസർജ്യം കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. സിദ്ദീഖ് ഞങ്ങൾ പറയുന്നു, ഞാൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഞാൻ ഒറ്റക്കിരിക്കുന്ന നേരത്ത് എന്റെ മുഖം എന്റെ വസ്ത്രം കൊണ്ട് ഞാൻ മറക്കാറുണ്ട്. എന്റെ മുഖം ഞാൻ നാണം കൊണ്ട് മറച്ചു പോകുന്നുണ്ട്. ഹയാഅൻ മിനല്ലാഹ്, ഔറത്ത് കാട്ടിയിരിക്കുമ്പോ എന്റെ റബ്ബിൽ നിന്ന് നാണം കൊണ്ട് ഞാൻ എന്റെ മുഖം മറക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഖം മറക്കാറുണ്ട്, നാണിച്ചിട്ട്, എന്റെ റബ്ബിനോട് നാണിച്ചിട്ട്. റളിയല്ലാഹു തആല അൻഹു, ഇതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതൊരു പക്ഷേ തെറ്റായത് കൊണ്ടാണോ? അല്ല, മൂത്രിക്കാൻ പോകുന്നത് തെറ്റല്ലല്ലോ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ആവശ്യമല്ലേ. ആൻസർ ഇൻ ദ കോൾ ഓഫ് നേച്ചർ എന്നാ പറയല്ലേ, പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം കൊടുക്കുക എന്നാ പറയലെന്നെ, ജീവിതത്തിന്റെ അനിവാര്യതയാണ്. എന്നാലും ഔറത്ത് വെളിവാകുന്നത് ഒരു അനിവാര്യ ഘട്ടത്തിലാണ്. ആ സമയത്ത് പോലും എനിക്ക് നാണം തോന്നുന്നുണ്ട്. റബ്ബേ, അല്ലാഹുവേ, ഞാൻ ഔറത്ത് കാണിച്ചുകൊണ്ടാണല്ലോ ആരും കണ്ടിട്ടല്ല, ആരും കാണാതെ ഒറ്റയ്ക്കിരിക്കുമ്പോ ഹയാഅൻ മിനല്ലാഹ്, അല്ലാഹുവിനോട് നാണം തോന്നിയിട്ട് ഞാൻ എന്റെ മുഖം മറച്ചു വെക്കാറുണ്ട് വസ്ത്രം കൊണ്ട് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ജനങ്ങൾ ഉപദേശിക്കുന്നു. ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നാണിക്കുന്നുണ്ടോ? തമ്പുരാൻ കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതോ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതോ അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു നാണം തോന്നുന്നില്ലേ? ഒരു ലജ്ജ തോന്നുന്നില്ലേ? ഈ സാരോപദേശം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നിങ്ങൾ നാണിക്കണേ. എന്നിട്ട് ഹബീബായ തങ്ങൾ എന്താണ് നാണം എന്ന് വിശദീകരിച്ചു. വൽഇസ്തിഹയാഉ മിനല്ലാഹി ഹഖൽ ഹയാ, നബി തങ്ങളോട് ചോദ്യം വന്നു, നബിയെ, അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നാണിക്കണം എന്നതിന്റെ അർത്ഥം എന്താണ്? അൻ തഹ്ഫളർ റഅസ വമാ വഅ, നിന്റെ തലയും നിന്റെ തലയിൽ ഉൾക്കൊള്ളുന്നതും അല്ലാഹുവിന് വേണ്ടി നീ സൂക്ഷിക്കലാണ്. ചിന്തകള് നമുക്ക് വായിക്കാൻ പറ്റാത്തത് ഒരുപാടുണ്ട്. പച്ചയായ നിരീശ്വരവാദവും ഭൗതികവാദവും യുക്തിവാദവും എഴുതിവിടുന്ന എത്ര ആളുകളുണ്ട്. അവര് വിചാരിക്കുന്നവർ എന്തോ ഒരു കാര്യമായ ലോകത്ത് ഇതുവരെ ആർക്കും തിരിയാത്തത്. ഈ ഭൗതികവാദവും യുക്തിവാദവും പ്രവാചകർ തങ്ങളുടെ കാലം മുതൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകനെ അംഗീകരിക്കാൻ മടിയുണ്ടായി. ജീവിതത്തിൽ താൻ ഇഷ്ടപ്പെടുന്നത് മുഴുവനും ആരുടെയും ഒരു ബന്ധനമില്ലാതെ എനിക്ക് സ്വതന്ത്രമായി തിന്മകളും നന്മകളും എന്തോ ആകട്ടെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം എന്ന് വാശിയുള്ള ആളുകൾ അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് ഈ ഭൗതികവാദവും ഇതുപോലെയുള്ള യുക്തിവാദവും നിരീശ്വരവാദവും. ഇതൊക്കെ എഴുതിവിടുന്നത് നമുക്ക് വായിക്കാൻ പറ്റുമോ? അത് വായിച്ചു കഴിഞ്ഞാൽ തലയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ ഡേഞ്ചറായ ആശയങ്ങളാണത്. പ്രവാചകന്മാരും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ മുഅ്ജിസത്തുകളാൽ അള്ളാഹു മുഅയ്യദുകളാക്കി കൊടുത്തവരാണ്. പ്രവാചകന്മാർ അള്ളാഹു മനോഹരമായ അദൃശ്യ കഴിവുകളാൽ അള്ളാഹു ശക്തി നൽകിയവരാണ്. വിശുദ്ധ ഖുർആൻ ഹബീബിന്റെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തല്ലയോ? ഈ പ്രമാണങ്ങളെല്ലാം മുമ്പിലുണ്ടായിരിക്കെ ഒരു പ്രവാചകൻ പറയുന്നത് അള്ളാഹുവിന്റെ ന്യായ പ്രമാണമാണെന്ന് ബോധ്യപ്പെടാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു വിടുന്ന ആളുകൾ എഴുതി വിടുന്നത് വെറുതെ നമ്മൾ വായിക്കുന്നത് പോലും എത്ര ഗൗരവമാണ്. നിങ്ങളുടെ തലയും നിങ്ങളുടെ ചിന്തയും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സൂക്ഷിക്കണം. അതാണ് അല്ലാഹുവിനോട് നാണിക്കുക എന്ന് പറഞ്ഞാൽ.
നിങ്ങളുടെ വയറ് നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കണം. വമാ ഹവാ, ആ വയറിലേക്ക് പോകുന്നത് ഹറാമിന്റെ വരുമാനമാണോ ഹലാലിന്റേതാണോ എന്ന് ഉറപ്പുവരുത്തണം. പലിശയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വരുമാനങ്ങൾ പലിശയുമായി ബന്ധമുള്ളതാണെങ്കിൽ അതിൽ ജീവിതത്തിൽ ബറക്കത്തില്ല. നമ്മുടെ മക്കളിൽ അതിന്റെ നന്മയും സ്വലാഹും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വയറുമായി ബന്ധപ്പെട്ട മുഴുവൻ അതിലേക്ക് പോകുന്നത് നമ്മുടെ വരുമാനം, നമ്മുടെ ഭക്ഷണം, ഇതെല്ലാം സൂക്ഷിക്കലാണ്. ومن تذكر البلاه ترك زينة الحياة الدنيا ومن تذكر البلاه പടച്ചവനെ മരിച്ചുപോയി ഖബറിൽ കിടക്കണല്ലോ എന്ന് ആലോചിക്കുന്ന ഒരാൾ തറക സീനത ദുനിയാ, ഐഹികമായ ലോകത്തിന്റെ എല്ലാ പളപളപ്പും ഭൗതിക ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും അവരുപേക്ഷിക്കുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉപദേശകനെ കാത്തു നിൽക്കാതെ നമ്മൾ വിശുദ്ധ ഖുർആന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും وإذا خلوت بريبة في ظلمة وإذا خلوت بريبة في ظلمة والنفس داعية إلى الطغيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني وإذا خلوت بريبة في ظلمة, ഇരുളുണ്ടാകുമ്പോൾ ആരാരും കാണില്ല എന്ന് തോന്നുമ്പോൾ തിന്മകളിലേക്ക് അഭയം തേടുന്നവരെ, വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി, മദ്യപാനവും വ്യഭിചാരവും മോശമായത് കണ്ടിരിക്കലും നോക്കിയിരിക്കലും വായിച്ചിരിക്കലും ഇന്ന് മനുഷ്യനെ ബാധിച്ച, വിശ്വാസികളെയും അല്ലാത്തവരെയും ഒരുപോലെ ബാധിച്ച ഏറ്റവും വലിയ മാലിന്യം മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് തിന്മകൾ പച്ചയായി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായി എന്നതാണ്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന അതാണ്. ടെക്നോളജിയോ നമ്മുടെ സ്മാർട്ട് ഫോണുകളോ നമ്മുടെ മൊബൈൽ ഫോണുകളോ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ എന്തോ ആകട്ടെ, തിന്മകൾ കാണാനുള്ള വഴി ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ആരും അറിയാതെ തിന്മകൾ നോക്കിയിരിക്കാൻ മനുഷ്യൻ ചെലവഴിക്കുന്ന സമയം. وَإِذَا خَلَوْتَ بِرِيبَةٍ فِي ظُلْمَةٍ وَالنَّفْسُ دَاعِيَةٌ إِلَى الطُّغْيَانِ فَاسْتَحْيِ مِنْ نَظْرِ الْإِلَهِ وَقُلْ لَهَا إِنَّ الَّذِي خَلَقَ الظَّلَامَ يَرَانِي. അതുകൊണ്ട് സ്വന്തം ശരീരം പറയും, നോക്കടാ അത് ഓണാക്ക്, അത് വീഡിയോ ഓൺ ചെയ്യ്, തിന്മകളിലേക്ക് നോക്ക് എന്ന് നമ്മളോട് നിരന്തരം നമ്മുടെ മനസ്സ് പറയുമ്പോൾ ഫസ്തഹി മിൻ നദുരിൽ ഇലാഹി വഖുൽ ലഹാ, കാരുണ്യവാൻ കാണുന്നുണ്ട് എന്നോർത്ത് നീയൊന്ന് നാണിക്കണ്ടയോ? ആരും കാണാത്തിടത്തും അല്ലാഹു നിന്റെ കൂടെയുണ്ട് എന്ന് നിനക്ക് ഓർമ്മ വേണ്ടയോ? ഫസ്തഹി, നീ നാണിക്കണം. മിൻ നദുരിൽ ഇലാഹി, കാരുണ്യവാനായ സൃഷ്ടാവ് നിന്നെ കാണുന്നുണ്ട്. വഖുൽ ലഹാ, നിന്റെ നഫ്സിനോട് പറയ്, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഇരുട്ട് പടച്ചവൻ, ഇരുട്ടിനെ ഉണ്ടാക്കിയവൻ എന്നെ നോക്കുന്നുണ്ട്. ഇന്ന് അനാവശ്യമായ ഏറ്റവും മോശമായ വീഡിയോകൾ ശ്രദ്ധിക്കുന്നതിൽ പുരുഷന്മാരുടെ അനുപാതത്തെക്കാളും കൂടുതൽ പെണ്ണുങ്ങളുണ്ട് എന്നാണ് കണക്ക്. സ്ത്രീജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇതിന് അഡിക്റ്റുകളാണത്രേ. പുരുഷന്മാർക്ക് അഡിക്ഷൻ വരുന്നുണ്ട്. നിരന്തരമായും തിന്മകളിലേക്ക് നോക്കാനുള്ള ഒരുതരം മയക്കുമരുന്ന് പോലെയുള്ള ഒരുതരം അടിമത്വം സ്ക്രീനുകളിലേക്ക് മനുഷ്യന് വരുന്നുണ്ട് എന്നാണ് ഇന്നത്തെ പഠനം. അല്ലാഹു കാണുന്നുണ്ട് എന്നോർത്ത് നീ ഒന്ന് നാണിക്കുന്നുണ്ടോ? നിന്റെ നഫ്സിനോട് പറയണേ, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ആരും കാണാത്ത, ആരും അറിയാത്ത ഈ ഇരുളിന്റെ മറവിനെ പടച്ചവൻ പോലും ആ റബ്ബല്ലയോ, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നഫ്സിനോട് പറയണേ.
ആ ഒരു ബന്ധമാണ്, ആ ഒരു തോന്നലാണ് തിന്മകളിലേക്ക് മനസ്സ് പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. നമ്മളെ നിയന്ത്രിക്കണം ആദ്യം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിന് നബി തങ്ങൾ ദുആയിരക്കാൻ പറഞ്ഞ ദുആയുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹാ, എന്റെ ശരീരത്തിന്റെ, എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ. ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് വലിയ അപകടമാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ വിചാരങ്ങള്, നമ്മുടെ തോന്നലുകള്, നമ്മുടെ വികാര വിക്ഷോഭങ്ങള് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ്. അല്ലാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പഠിക്കണം. ഈ ദുആ നമ്മൾ ശരിക്ക് പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ റബ്ബേ ആതി നഫ്സി തഖ്വാഹാ, എന്റെ ശരീരത്തിന് ആവശ്യമായ ബോധം, തഖ്വയും നിന്നെ കുറിച്ചുള്ള ഭയപ്പാടും നീ തന്നെ നൽകണേ റബ്ബേ. വസക്കിഹാ, എന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കി തരണമേ. അൻത ഖൈറു മൻ സക്കാഹാ, നീയാണല്ലോ റബ്ബേ ശരീരത്തെ ഏറ്റവും നന്നാക്കി തരുന്നവൻ. അൻത വലിയുഹാ വമൗലാഹാ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ, എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ്, ഇതെല്ലാം നീയല്ലയോ റബ്ബേ, നീയല്ലയോ എന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഓരോ വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികള് ഈ ദുആ പഠിച്ചു വെക്കണം. ഒന്ന് ചൊല്ലി നോക്കൂ, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഒരുപക്ഷേ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത്. എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ദുആ ഇറക്കണം. റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ. ഒരു നേരത്തെ, ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ. ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഷഹ്വത്ത്, വൈകാരികമായ ഒരു ചിന്ത, ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമില്ലാതെ, ശറഅനെ കുറിച്ച് ബോധമില്ലാതെ, അല്ലാഹുവിനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ബോധമില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു എടുത്തുചാട്ടമോ ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും. അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. മഹാനായ റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് ശരീരമാസകലം മെലിഞ്ഞുണങ്ങിയിട്ട് മഹാൻ പറയുന്നു, വല്ലാഹി ഇൻഷാ അല്ലാഹു ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിശത്തിൻ അബദാ. അല്ലാഹുവിനോട് ദുആ ഇറക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറയുന്നു റബീഉ റളിയല്ലാഹു അൻഹു, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ വാക്ക് പോലെ നമുക്കൊരു ധൈര്യപ്പെട്ട് പറയാൻ കഴിയോ? ധൈര്യപ്പെട്ട് പറയാൻ കഴിയുമോ? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിശത്തിൻ അബദാ. എന്നോട് അല്ലാഹു ഒരിക്കലും എന്തുകൊണ്ട് റബീഅേ നിങ്ങൾ ഒരു വ്യഭിചാരം ചെയ്തു എന്ന് എന്റെ റബ്ബനോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്.